നിങ്ങൾ ദുർബല ഹൃദയമുള്ളവരോ വികാരാധീനരോ പ്രായമുള്ളവരോ ആണെങ്കിൽ ദയവായി ഈ വീഡിയോ കാണരുത്. നമ്മുടെ കേരളത്തിൽ പത്തനംതിട്ടയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിനകം നിങ്ങളിൽ പലരും അല്ല എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകും. 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഏകദേശം 5 വർഷം 62 പേർ വേട്ടയാടപ്പെട്ട ഒരു ചെറിയ പെൺകുട്ടി, ഒരു കായിക താരം. 60-ൽ കൂടുതൽ പേരെന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ അതിൽ കുറവാണോ കൂടുതലാണോ ഒന്നും അറിയില്ല. 29 കേസുകളോളം ഫയൽ ചെയ്തിട്ടുണ്ട്. 5-6 പോലീസ് സ്റ്റേഷനുകളിൽ കേസ് ഫയലായിട്ടുണ്ട്. ഏകദേശം 58 പേരെ പോലീസ് ഇതുവരെയും സ്ഥിരീകരിച്ചു. ഇനി ഇതെന്തിന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള ഒരു ചോദ്യം പലർക്കും വന്നേക്കാം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം, നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടിയുണ്ട്, നമുക്കൊരു മകളുണ്ട്, സഹോദരിയുണ്ട്, നമ്മൾ അടുത്തൊരു അച്ഛനോ അമ്മയോ ആയി മാറാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രണയിക്കുകയാണ്, അല്ലെങ്കിൽ സമാനമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് നിങ്ങളെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാവർക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും. സമൂഹത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നതിന് സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, ഇതൊക്കെ നമ്മൾ അറിയണം. 1996-ൽ കേരളത്തെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു പീഡന വാർത്ത വന്നിരുന്നു. ഇടുക്കി സൂര്യനെല്ലി സ്വദേശിയായ 9ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ സ്നേഹം നടിച്ച് തട്ടിക്കൊണ്ടുപോയി 40 ദിവസം ആ പെൺകുട്ടിയെ ലൈംഗികമായി അതിക്രൂരമായി പീഡിപ്പിച്ചു. 42 പേരായിരുന്നു അത്. കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള നിരവധി ആളുകളുടെ പേരുകൾ ഉൾപ്പെടെ പുറത്തു വന്ന പേരുകൾ വലിച്ചിടയ്ക്കപ്പെട്ട ആ ഒരു കേസ് പിന്നീട് സൂര്യനെല്ലി സ്ത്രീ പീഡന കേസ് എന്ന പേരിൽ കേരളത്തിന്റെ ലൈംഗിക അരാജകത്വത്തിന്റെ പേരായി മാറി. കേസിലെ പ്രതികളൊക്കെയും സാമൂഹിക സമിതികൾ വാങ്ങി അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വന്നപ്പോഴും ഇര അപ്പോഴും വേട്ടയാടപ്പെട്ടുകൊണ്ടിരുന്നു. സത്യത്തിൽ അതങ്ങനെ വരികയുള്ളൂ. ഒരു പെൺകുട്ടി പീഡനത്തിന് ഇരയായാൽ ആ സമൂഹം അവളെ കൊണ്ടുവന്നെത്തിക്കുന്നത് അത് അവളുടെ പ്രശ്നമല്ലേ, അത് അവൾ ചെയ്തതല്ലേ, അവൾ പോയതുകൊണ്ടല്ലേ, അത് അവളുടെ പ്രശ്നം മാത്രമായതുകൊണ്ടല്ലേ, അവൾ നിന്നു കൊടുത്തില്ലായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ. എന്തായാലും കേരളത്തെ മാനം കെടുത്തിയ നിരവധി പീഡന കേസുകൾ പിന്നീട് വന്നപ്പോഴും 58 പ്രതികൾ പോക്സോ കേസിലെ പ്രതിയാകുന്ന ഇങ്ങനെയൊരു വാർത്ത തീർച്ചയായും നമ്മുടെ കേരളത്തെ തന്നെ ഇന്ത്യയൊട്ടാകെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ഈ സംഭവത്തിലെ പെൺകുട്ടിക്ക് ഒരു 3-4 മാസത്തിന് മുൻപാണ് 18 വയസ്സ് തികഞ്ഞത്. ദളിത് പെൺകുട്ടി, കായികത്തിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പെൺകുട്ടി. ഒരു സമയത്ത് അവൾ പഠിക്കുന്ന സ്കൂളിൽ കൗൺസിലിംഗ് നടക്കുകയാണ്. അധ്യാപകർ പെൺകുട്ടികൾക്ക് കൗൺസിലിംഗ് നടത്താൻ തുടങ്ങി. ഈ ഒരു കൗൺസിലിംഗ് സമയത്ത് ഒരു അധ്യാപിക ആ പെൺകുട്ടിയുടെ പെരുമാറ്റം ശ്രദ്ധിച്ചു. അവളുടെ പെരുമാറ്റത്തിൽ വല്ലാത്തൊരു മാറ്റമുണ്ടായിരുന്നു. വല്ലാത്തൊരു ഭയം, പരിഭ്രാന്തി, നന്നായി സംസാരിക്കുന്നില്ല, കരയുക, മുഖഭാവങ്ങൾ മാറുക. അവളുടെ പെരുമാറ്റം തന്നെ വളരെ വിചിത്രമായി തോന്നി. എന്തോ സംശയം തോന്നിയ അധ്യാപിക അവളെ ഒറ്റയ്ക്കായി കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. കൗൺസിലിംഗ് സമയത്ത് അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. താൻ എല്ലാവരാലും ചതിക്കപ്പെട്ടു എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. തുടർന്ന് എന്ത് സംഭവിച്ചുവെന്ന് അവളോട് ചോദിക്കാൻ തുടങ്ങി. ആ പെൺകുട്ടി എല്ലാ കാര്യങ്ങൾക്കും മറുപടിയും നൽകി. ആ ഒരു മറുപടി അത് കേട്ട ആ കൗൺസിലിംഗ് മുറിയിലുണ്ടായിരുന്ന എല്ലാവരും ഒന്നടങ്കം ഞെട്ടി. ഉടൻ തന്നെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം ചിന്തിച്ചത് വളരെ സാധാരണമായ ഒരു കേസായിരിക്കും ഇതെന്ന്. എന്നാൽ കേസിന്റെ കാഠിന്യം ദിവസങ്ങൾ കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ മാതാപിതാക്കൾ സാധാരണക്കാർ, വളരെ സാധാരണ കുടുംബം. അവർക്ക് വിദ്യാഭ്യാസമൊന്നും അധികമില്ല. ഒരു കോൾ വിളിക്കാനും വന്ന കോൾ അറ്റൻഡ് ചെയ്യാനും വേണ്ടി മാത്രമാണ് അവർ ഫോൺ ഉപയോഗിച്ചത്. മറ്റ് മൊബൈലിലെ കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. അവളുടെ കയ്യിലും മൊബൈൽ ഫോൺ ഇല്ല. അച്ഛന്റെ ഫോണാണ് അവൾ ഉപയോഗിച്ചത്. ഇനിയാണ് സംഭവങ്ങളുടെ എല്ലാം തുടക്കം. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട സുബിൻ എന്ന വ്യക്തിയുമായി ഈ പെൺകുട്ടി ഒരു സൗഹൃദത്തിലായി. അവനാണ് ആദ്യം അവൾക്ക് മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ രണ്ടുപേരും പരിചയപ്പെട്ടു, സംസാരിച്ചു, സുഹൃത്തുക്കളായി. സൗഹൃദത്തിൽ തുടങ്ങിയത് പിന്നീട് ഒരു പ്രണയമായി മാറി. പിന്നീട് ദിവസങ്ങൾ കഴിയുന്തോറും പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കാണണം എന്നവൻ ആവശ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ബൈക്കിൽ ആ കുട്ടിയെ ഒറ്റയ്ക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു. അവളും അവന്റെ കൂടെ പോയി. അവിടെയുള്ള ഒരു റബ്ബർ തോട്ടത്തിൽ വെച്ച്
ആ പെൺകുട്ടിയെ അവൻ ബലാത്സംഗം ചെയ്തു. ബലാത്സംഗം ചെയ്യുക മാത്രമല്ല, അത് അവൻ വീഡിയോ ആയി പകർത്തുകയും ചെയ്തു. ഇപ്പോ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ, ഒരു വ്യക്തിയെ അന്ധമായി പ്രണയിക്കുകയാണെങ്കിൽ, നിങ്ങൾ അവരുടെ കൂടെ പോവുകയാണ്, ഒരു സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളെ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ഒരു വ്യക്തി അതൊരിക്കലും വീഡിയോ ആയി റെക്കോർഡ് ചെയ്യില്ല. യഥാർത്ഥ പ്രണയത്തിലുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളെ വീഡിയോ ആയി എടുക്കാനും ആവശ്യപ്പെടില്ല. ഒന്നുകിൽ നിങ്ങളെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ അതിനെ കണ്ട് വീണ്ടും മനോവിഭ്രാന്തി കാണിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ലൈംഗിക ആസക്തിയെ സംതൃപ്തിപ്പെടുത്താനോ മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താനോ മാത്രമേ ആ റെക്കോർഡുകൾ ഉപയോഗിക്കാറുള്ളൂ. അല്ലാതെ മറ്റ് നല്ല കാരണങ്ങളൊന്നും കാണില്ല. ഈ കേസിൽ വരുന്നൊരു ചോദ്യം, അങ്ങനെ ആ ഒരു വീഡിയോ എടുത്ത കാര്യം ആ പെൺകുട്ടിക്ക് അറിയാം. ഒരു പക്ഷേ അത് ഡിലീറ്റ് ചെയ്യുമെന്ന് അവൻ പറഞ്ഞ പെൺകുട്ടിയെ വിശ്വസിപ്പിച്ചിട്ടുണ്ടാകാം. എന്ത് സംഭവിച്ചു എന്നറിയില്ല. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഈ സുബിൻ എന്ന വ്യക്തി ആ വീഡിയോ തന്റെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പ് വഴി അയച്ചു കൊടുത്തു. പ്രശ്നങ്ങൾ ആരംഭിച്ചു. ആ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ തങ്ങൾക്കും ആ പെൺകുട്ടി വേണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങി. ഇപ്പൊ സുബിൻ ചെയ്തത് ആ വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്ത് അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അത് ഞാൻ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കും, സോഷ്യൽ മീഡിയയിൽ അത് സ്പ്രെഡ് ചെയ്യും, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തി. അതിൽ ഭയന്നുപോയി ആ പെൺകുട്ടി അവൻ പറഞ്ഞതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവന്റെ ഒരു 3 സുഹൃത്തുക്കളുടെ പക്കൽ അവളെ കൊണ്ടുപോയി. ഇപ്പോ ഈ ഒരു കൂട്ടം കുറ്റവാളികൾ അവർക്കുള്ളിൽ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്തിനാണെന്ന് ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാനും ഒരാൾക്ക് കിട്ടിയാൽ അത് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാനും. ഗ്രൂപ്പ് ആകുമ്പോൾ എളുപ്പമാണല്ലോ. പിന്നീട് അവർ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ ഈ വീഡിയോ പ്രചരിക്കാൻ തുടങ്ങി. ഇപ്പോ ഈ പെൺകുട്ടിയുടെ നാട്ടിലും ആ വീഡിയോ പ്രചരിച്ചു. ഈ പറയുന്നവരെല്ലാം ഇതിനകം തന്നെ പ്രതികളാണ്. പോക്സോ നിയമപ്രകാരം നേരത്തെ ഒരാളെ അറസ്റ്റ് ചെയ്ത് അയാൾ ജയിലിലാണ്. മോഷണ കേസിൽ അറസ്റ്റിലായവരുണ്ട്, ഓട്ടോ ഡ്രൈവർ ഉണ്ട്, മീൻ വിൽപ്പനക്കാരാണ്, സ്കൂളിലെ വിദ്യാർത്ഥിയാണ്, അതായത് മൈനറാണ്, കായിക പരിശീലകനുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അച്ഛന്റെ സുഹൃത്തുക്കളുണ്ട്, സ്കൂൾ വാൻ ഡ്രൈവറായിരുന്നു. ചിന്തിച്ചു നോക്കുക ഏതൊക്കെ മേഖലകളിലാണ് ആപത്ത് ഒളിഞ്ഞിരിക്കുന്നത് എന്ന്. ഇങ്ങനെ ഇവരുടെ ലിസ്റ്റ് നീണ്ടുകൊണ്ടേ പോകും. അങ്ങനെ മൊത്തം 58 പേരെ പോലീസ് തിരിച്ചറിഞ്ഞു. ഈ പ്രതികളുടെ പേരുകളെല്ലാം പെൺകുട്ടി തന്നെ അവളുടെ ഡയറിയിൽ കുറിച്ചിട്ടിരുന്നു. നിരക്ഷരനായ പിതാവിന്റെ ഈ സ്മാർട്ട് ഫോണിലേക്ക് ഈ വീഡിയോ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കും, പീഡന ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുക, അവളുടെ നഗ്ന വീഡിയോസ് അയച്ചു കൊടുക്കുക എന്നത് അവളെ ഭീഷണിപ്പെടുത്തി. ഈ പ്രതികളെല്ലാം വീണ്ടും വീണ്ടും, ഒരാൾ ഒറ്റത്തവണയല്ല, വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവളെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു. 42 പേർ പ്രതികളാക്കപ്പെട്ട സൂര്യനെല്ലി കേസിനേക്കാൾ ഇപ്പോൾ വളരെ വ്യാപ്തമുള്ള, വളരെ ആഴവും പരപ്പുമുള്ള ഒരു കുറ്റകൃത്യമാണ് പത്തനംതിട്ടയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കേസിൽ ഇതുവരെയും 43 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, ഇലവന്തിട്ട, മലയാലപ്പുഴ, പന്തളം എന്നീ പോലീസ് സ്റ്റേഷനുകളിലാണ് 29 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 18 വയസ്സ് തികയാത്തവർ മുതൽ അച്ഛന്റെ സുഹൃത്തുക്കൾ വരെ ഈ ഒരു ലിസ്റ്റിലുണ്ട്. പല പ്രായത്തിലുള്ളവർ. 62 പേർ പീഡിപ്പിച്ചുവെന്ന് ആ പെൺകുട്ടി പറഞ്ഞു. പക്ഷെ പോലീസ് ഇതിൽ നിന്ന് പല അവ്യക്തതകൾ ഒഴിവാക്കി 58 പ്രതികളാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഫോൺ നമ്പർ ഉൾപ്പെടെ പോലീസ് കണ്ടെത്തുകയും അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. തുടർന്ന് ഓരോ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഇനിയും അറസ്റ്റ് ചെയ്യേണ്ടവർ ബാക്കിയുണ്ട്. അവർ നാട്ടിലുണ്ടോ, വിദേശത്താണോ, മരിച്ചുപോയോ, അതോ മറ്റേതെങ്കിലും കുറ്റകൃത്യം ചെയ്ത് ജയിലിലാണോ, ഇങ്ങനെയുള്ള അന്വേഷണങ്ങളെല്ലാം പോകുന്നുണ്ട്. ഇതിനിടയിൽ ഈ പെൺകുട്ടി 5 തവണ കൂട്ട ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് എന്നും പോലീസ് കണ്ടെത്തി. ഇതും ഈ ആദ്യം പറഞ്ഞ സുബിൻ വഴി തന്നെയായിരുന്നു സംഭവിച്ചത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട സുബിൻ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ വെച്ച് പെൺകുട്ടിയെ കണ്ടു, സംസാരിച്ചു. 2 സുഹൃത്തുക്കൾക്കൊപ്പം ആ പെൺകുട്ടിയെ കാറിൽ കൊണ്ടുപോയി. മന്ദിരംപടിയിലെ റബ്ബർ തോട്ടത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിൽ വെച്ച് ഇവർ ഈ പെൺകുട്ടിയെ കൂട്ട ബലാത്സംഗം ചെയ്തു. അതിനുശേഷം പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ വന്ന 2 പേർക്ക് വീണ്ടും കൈമാറി. പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിൽ പോലും പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായി. ഇതിൽ 4 പേരാണ് പ്രതികളായത്. മറ്റൊരു ദിവസം തൃക്കാനം തോട്ടുംപുറത്തേക്ക് ഈ പെൺകുട്ടിയെ വണ്ടിയിൽ കൊണ്ടുപോയി. അവിടെ ഒരു അടച്ചിട്ടിരുന്ന കടയ്ക്ക് സമീപം വണ്ടി നിർത്തി ആ വാഹനത്തിനുള്ളിൽ വെച്ചും പീഡിപ്പിച്ചു. കൂട്ടബലാത്സംഗം. പിന്നീട് ആ കുട്ടി അവളുടെ വീടിന് സമീപം ഇറക്കി വിടുകയും ചെയ്തു. 2024 ജനുവരി മാസത്തിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ച് 4 പേർ ആ കുഞ്ഞിനെ കൂട്ടബലാത്സംഗം ചെയ്തു. ചിന്തിച്ചു നോക്കുക, ആശുപത്രിക്കുള്ളിൽ വെച്ച്. ഈ പ്രതികളിൽ ഒരാളുടെ ബന്ധു അവിടെ ചികിത്സയിലായിരുന്നു. അവരെ കാണാൻ എന്ന വ്യാജേന ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുകയും ആശുപത്രി മുറിയിൽ വെച്ച് ആ കുഞ്ഞിനെ പീഡിപ്പിക്കുകയും ചെയ്തു. ഇവയ്ക്കെല്ലാം തുടക്കമിട്ടത് ഈ ആൺ സുഹൃത്തായ സുബിൻ തന്നെയായിരുന്നു. ജില്ലയിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിച്ചാണ് പ്രതികളിൽ പലരും ഈ പെൺകുട്ടിയെ ബലാത്സംഗം, ചൂഷണത്തിനിരയാക്കിയത്. എന്തിന്?
കായിക താരമായ ഈ ഒരു പെൺകുട്ടിയെ പരിശീലകർ പോലും ചൂഷണത്തിന് ഇരയാക്കി എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം. ബസ് സ്റ്റാൻഡിനുള്ളിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിനുള്ളിൽ പോലും അതിക്രമങ്ങൾ നടന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ കൺമുൻപിൽ തന്നെയല്ലേ സംഭവിച്ചത്? നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ തൊട്ടടുത്ത്, നമ്മൾ പോലും അറിയാതെ ഇതെല്ലാം സംഭവിക്കുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ പെൺകുട്ടിക്ക് 13 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഇങ്ങനെയുള്ള ലൈംഗിക ചൂഷണം ആരംഭിച്ചത്. അതായത് അവൾ മൈനറാണ്. മൈനർ എന്ന് പറഞ്ഞാൽ അവൾക്ക് അതിന്റെ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ തന്നെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് ഒരാളുടെ അഡൾട്ട് പ്രായം 18 വയസ്സിന് മുകളിലാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാധാരണക്കാരിയായ 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും വരുന്ന നിരക്ഷരായ മാതാപിതാക്കളുടെ മകളായ ഒരു പെൺകുട്ടിക്ക് അവളുടെ തിരിച്ചറിവുകൾ എത്രത്തോളം ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി പലരും ചോദിക്കാം, ഈ മൈനർ എന്നത് സാങ്കേതികം മാത്രമല്ലേ? അവൾക്ക് ഇതൊന്നും അറിയില്ലേ? എല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ? ഇത്രയും വർഷമായില്ലേ? അപ്പോ അവൾക്ക് ഇതിനൊക്കെ പ്രതികരിക്കാമല്ലോ എന്നൊക്കെ പലർക്കും ചോദിക്കാം. താൻ ഒരു ക്രൈമിന് ഇരയാക്കപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥാബോധം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോഴും ആ പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയാക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇനി പല കാര്യങ്ങൾ അറിയാൻ സാധിച്ചേക്കാം. എന്തുകൊണ്ട് അവൾ ഇതുവരെ പറഞ്ഞില്ല? ഒരു ഭീഷണിയുടെ പേരിൽ പേടിച്ചിട്ടാണോ പറയാത്തത്? ഇതാണ് നമുക്ക് തുടക്കത്തിൽ മനസ്സിലായ ഒരു കാര്യം. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരി, ചെറിയ പ്രായത്തിൽ അവളെ ദുരുപയോഗം ചെയ്താൽ ഇതാണ് തന്റെ ഭാവി. താൻ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ തന്റെ ഭാവി തന്നെ അപകടത്തിലാകുമെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ ഭയപ്പെടുത്തി, പീഡിപ്പിച്ച്, പറഞ്ഞ് പഠിപ്പിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, ലാക്ക് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ആണ്. നമ്മുടെ നാട്ടിൽ ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ സെക്സ് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറയുന്ന പലരും ഉണ്ട് ഇവിടെ. അവരോടൊക്കെ പറയേണ്ടത്, നിങ്ങളുടെ മക്കളെ ആദ്യം പഠിപ്പിക്കുക. എന്താണ് നല്ലത്, എന്താണ് മോശം, എന്താണ് പീരിയഡ്സ്, എങ്ങനെയാണ് ഒരു സെക്ഷുവൽ ലൈഫ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു കൺസെന്റ് കൊടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് നിങ്ങളുടെ ശരീരത്തിൽ തൊടാനുള്ള അധികാരവും അവകാശവും ഉള്ളത്, എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബാലപാഠങ്ങളടക്കം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അല്ലാത്ത സാഹചര്യം വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പീഡനങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. എന്തായാലും പത്തനംതിട്ടയിൽ നടന്നത് ഈ സൂര്യനെല്ലി പെൺകുട്ടിയുടെ മാനസികാവസ്ഥ വെച്ചുകൊണ്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയുന്നതല്ല. പക്ഷേ 60ഓളം ആളുകൾ ഒരു പെൺകുട്ടിയെ, അതും ചെറിയൊരു പെൺകുട്ടിയെ 5 വർഷത്തോളം ദുരുപയോഗം ചെയ്തു എന്നുണ്ടെങ്കിൽ ഈ 62 ആളുകളും നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായി നമുക്കിടയിൽ തന്നെ ഉണ്ടായ ആളുകൾ തന്നെയല്ലേ? അപ്പോ ഇവർ മറ്റുള്ളവരോട് എങ്ങനെയായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക? മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രൈമിൽ അകപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. ഇവരുടെ അതേ മനോഭാവമുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും തന്നെ ഇല്ലേ? ഇപ്പോ ഈ കുറ്റത്തിൽ ഏർപ്പെട്ടവരുടെ വീട്ടിലും സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരിക്കുമല്ലോ. അവരോടൊക്കെ ഇവർ എങ്ങനെയായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക? ഇതൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ വല്ലാത്ത അരോചകം തോന്നുകയാണ്. എന്തായാലും 5 വർഷത്തിനൊടുവിലെങ്കിലും ഇതൊക്കെ തുറന്ന് പറയാനുള്ള ഒരു മനക്കെട്ടി ആ പെൺകുട്ടിക്ക് ഉണ്ടായല്ലോ എന്നുള്ളതാണ് ഒരല്പം ആശ്വാസം തോന്നിപ്പിക്കുന്ന ഒരു കാര്യം. സത്യം പറഞ്ഞാൽ വല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കുഞ്ഞിനെ വളർത്തുകയാണ്, നമ്മളൊരു കുഞ്ഞാണ്, താനൊരു പെൺകുട്ടിയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ടെക്നോളജിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ മക്കൾ എന്ത് ഫോണാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഫോൺ മക്കൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അതിൽ എങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ തിരയുന്നത്? എങ്ങനെയുള്ള ഡേറ്റാസ് ആണ് അവർ ഉപയോഗിക്കുന്നത്? ഇതൊക്കെ നമ്മൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ തന്നെ തെറ്റായ വഴി പകർന്നു കൊടുക്കുന്നത് പോലെയാകും. ടെക്നോളജി അറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുകയാണെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള പല സംഭവങ്ങൾ നടക്കും. ഇനി വരും കാലങ്ങളിൽ ഇതൊന്നും തടയാനേ സാധിക്കില്ല. ഒന്നുകിൽ ഭീഷണിപ്പെടുത്തി ഇത് വേണം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തും, അല്ലെങ്കിൽ പെൺകുട്ടികൾ തന്നെ തങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ് ഇതിലേക്ക് പോകും. ഇതിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കുറഞ്ഞതൊരു പ്രത്യേക ഘട്ടത്തിലെങ്കിലും ഇതിനെ തടയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്നോളജിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അച്ഛനും അമ്മയും ഉൾപ്പെടുന്ന, ഞാൻ ഉൾപ്പെടുന്ന എല്ലാവരോടും പറയാനുള്ളത് എനിക്കിത് തന്നെയാണ്. അത് ഒരു അധ്യാപിക ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ എന്തോ ഒന്ന് വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതൊരു വലിയ പ്രശ്നമായി തന്നെ രൂപം കൊണ്ടത്. അപ്പോ അധ്യാപകർ വിദ്യാർത്ഥികളെ കാണുമ്പോൾ അവർക്കുള്ളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന് പ്രതികരിക്കണം. പക്ഷെ ഇന്നത്തെ കാലത്ത് അധ്യാപകർ പ്രതികരിച്ചാൽ അതിനും പ്രശ്നമാണ്. നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ മകളെ ചോദ്യം ചെയ്യാൻ തോന്നി? എൻ്റെ മകനെ എങ്ങനെ അടിക്കാൻ തോന്നി? നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ടോ, അധികാരമുണ്ടോ? എത്ര കേസുകളാണ് അധ്യാപകരെ ചുറ്റിപ്പറ്റിയുള്ളത്? നമ്മൾ എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻ അവിടെയും നൽകി. എൻ്റെ മക്കൾ നല്ലവരാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവർ ഒരുപാട് വിശ്വസിക്കുകയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ മക്കളും എന്തോ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്.
ആ തെറ്റ് എടുത്ത് ചോദിക്കേണ്ടത്, ആ തെറ്റിനെ ചോദ്യം ചെയ്യേണ്ട അധികാരം മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമുണ്ട്. എന്നാൽ ഇവിടെ ഈ ടെക്നോളജി മാത്രം പ്രശ്നം എന്നല്ല പറയുന്നത്. പ്രണയം ഏത് പ്രായത്തിലാണ് വന്നത്? അത് വിശ്വസിച്ച് ഒരാളുടെ കൂടെ പോയി, അവൻ അത് വിശ്വസിച്ച് വീഡിയോ എടുത്തു. അതിനുശേഷം നടന്ന സംഭവങ്ങൾ ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ചരിത്രത്തിലെ വളരെ വലിയ അരാജകത്വത്തിന്റെ മുനമ്പിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ അകപ്പെട്ടിരിക്കുന്നവരെല്ലാം ഇതിനകം പല കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. മോഷണ കുറ്റം ചെയ്തിട്ടുള്ളവർ, പോക്സോ കേസിൽ ഉൾപ്പെട്ടിരുന്നവർ, പല കുറ്റങ്ങൾ ചെയ്തവരാണ് ഇപ്പോൾ ഈ ഒരു കേസിലും അകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കുറ്റവാളിയുടെ കയ്യിലാണ് ഒരു വീഡിയോ അകപ്പെട്ടിരിക്കുന്നത്, ഒരു ഫോട്ടോ അകപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ അത് സമൂഹത്തിൽ പല ഇടങ്ങളിൽ വ്യാപിക്കും. പക്ഷേ ഈ പറഞ്ഞ കൂട്ടത്തിലും ഇപ്പോൾ പിടിയിലാക്കപ്പെട്ടിരിക്കുന്ന പലരും വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിനും ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിയാൽ ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വിദ്യാഭ്യാസം വേണമെന്നുമില്ല, വേണ്ട എന്നുമില്ല. ഇതിൽ അകപ്പെടുന്നതും പിടിക്കപ്പെടുന്നതും അറസ്റ്റ് ചെയ്യുന്നതും അറസ്റ്റ് ചെയ്യാതെ പോകുന്നതും ഒളിവിലാക്കപ്പെടുന്നതും രക്ഷപ്പെടുന്നവരും എല്ലാവരും ഇതുപോലെ വിദ്യാഭ്യാസ സമ്പന്നരും കുറ്റവാളികളുമാണ്. ഇതൊരു സീസൺ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ മക്കളെ, അത് പെണ്ണാകാം ആണാകാം, മക്കളെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോ ഈ ഒരു കേസിലെ പെൺകുട്ടിക്ക് നീതി ലഭിക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. കാരണം നിയമം അങ്ങനെയാണല്ലോ, അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇവിടെ സുരക്ഷിതരായിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. അധ്യാപകരോട് മാതാപിതാക്കളായ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ആവശ്യപ്പെടുന്നത് മക്കളെ നിങ്ങൾ സുരക്ഷിതമായി നോക്കുക. കാരണം നിങ്ങൾക്കിടയിലും ഇങ്ങനെയുള്ള നരാധമന്മാരുണ്ടല്ലോ. ആ പെൺകുട്ടിക്ക് പരിശീലനം നൽകുന്ന അധ്യാപകനും ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട്. എന്ത് വിശ്വാസത്തിലാണ് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുക? അപ്പോൾ നല്ലവരായ അധ്യാപകർ കാണുമല്ലോ, അവരെങ്കിലും മക്കളെ സുരക്ഷിതരായി നോക്കുക. ഇനി പ്രണയിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പ്രണയിക്കുക. പുരുഷന്മാരോട് പറയാനുള്ളത്, നിങ്ങളൊരു അല്പം ഒന്ന് നന്നായാൽ കൊള്ളാം. പുരുഷന്മാരെന്ന് പറയുമ്പോൾ ഈ എല്ലാവരെയും അല്ല ഉദ്ദേശിക്കുന്നത്. കാമഭ്രാന്തോടുകൂടി മാത്രം പെൺകുട്ടികളെ നോക്കുന്ന നരാധമന്മാർ, അവർ സ്ത്രീകളെ ഇങ്ങനെ ഒരു കണ്ണോടുകൂടി മാത്രം കാണാതെ, അതൊരു കുഞ്ഞാണ്, അതൊരു സ്ത്രീയാണ്, പെൺകുട്ടിയാണ്, അവൾക്കും വികാരമുണ്ട്, അവൾക്കും ജീവിതമുണ്ട്, അവൾക്കും ഒരു ഭാവിയുണ്ട്, നിങ്ങളെപ്പോലെ തന്നെയാണ് അവളും എന്നുള്ളത് മനസ്സിലാക്കി അവളോട് പെരുമാറുക. ഇപ്പോൾ ഈ പീഡിപ്പിച്ചവരിൽ ആരെങ്കിലും ഒരാൾ ആ പെൺകുട്ടിയെ റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നെങ്കിൽ, അവൾക്ക് നല്ലൊരു വഴി പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ, അവളെ അതിൽ നിന്നും രക്ഷപ്പെടാൻ അവളെ സഹായിച്ചിരുന്നെങ്കിൽ ഇപ്പോ ഇങ്ങനൊരു അവസ്ഥ വന്നിരിക്കുമോ? 5 വർഷം ആ പെൺകുട്ടി ഇത്രയേറെ കഷ്ടപ്പെട്ടു. ഈ 5 വർഷത്തിൽ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക, ആ പെൺകുട്ടിയുടെ ശാരീരിക അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. തീർച്ചയായും എന്നെ കൊണ്ട് ചിന്തിച്ചു നോക്കാൻ പോലും സാധിക്കുന്നില്ല. കാണാം അടുത്ത് എന്ത് സംഭവിക്കുമെന്ന്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.